ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമുകുന്ദന്. ഇനിയും ഇതുപോലെ തന്നെ അടിപൊളി പടങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ണിമുകുന്ദനെ പറ്റി തന്നെയാണ്. ഉണ്ണിമുകുന്ദനെ നായകനായി അനീഫ് അതിന് സംവിധാനം ചെയ്ത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് കഴിഞ്ഞ കൊല്ലം ഡിസംബർ മാസം 20 തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത ഒരു ബ്രൂട്ടൽ ആക്ഷൻ സ്റ്റൈലിഷ് പടമായിരുന്നു മാർക്കോ. ഉണ്ണിമുകുന്ദനെ കൂടാതെ തന്നെ സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങിയൊരു വമ്പൻ കാസ്റ്റാണ് ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. വയലൻസിൻ്റെ ഒരു പീക്ക് നമുക്ക് കാണിച്ചിരുന്നൊരു പടമായിരുന്നു മാർക്കോ. നോർത്ത് ഇന്ത്യയിലൊക്കെ സിനിമ കയറിയടിക്കുകയായിരുന്നു. പടം ഹിറ്റായപ്പോൾ തന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടാവും എന്നുള്ളത് അവർ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വയലൻസ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു, കാരണം ഈ ഒരു സിനിമ ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. ഇപ്പോൾ അതാ 2-3 ദിവസം മുന്നെയാണ് നമ്മുടെ നിർമ്മാതാവ് തന്നെ ഈ ഒരു സിനിമ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ തന്നെ ഒരു ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. ലോർഡ് മാർക്കോ എന്നാണ് ഈ ഒരു സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെ പേര്. ഇത് ശരിക്കും ലോർഡ് മാർക്കോ എന്ന് പറഞ്ഞാൽ ഏകദേശം മാർക്കോയുടെ മുത്തശ്ശൻ്റെ കഥയായിരിക്കും പറയുന്നത്. ആളുടെ ഒരു കാലഘട്ടത്തിലെ ഒരു പീക്ക് ഒരു പരിപാടിയായിരിക്കും കാണിക്കുന്നത്. സിനിമയിൽ യാഷാണ് ലോർഡ് മാർക്കോ ആയിട്ട് എത്തുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. യാഷ്, പൃഥ്വിരാജ്, മമ്മൂക്ക ഇവരൊക്കെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കൂടുതലായിട്ട് യാഷ അതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, എന്തായാലും മാർക്കോ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ ചെയ്ത് വെച്ച ആ ഒരു റേഞ്ചിലേക്കൊന്നും ഒരിക്കലും എത്തത്തില്ല. അതിന് ആര് വന്നിട്ടും കാര്യം 10-15 പടം ഇറക്കിയിട്ട് ഇപ്പോൾ ജാക്കി ജാൻ വന്ന് അഭിനയിച്ചാൽ പോലും ഉണ്ണിമുകുന്ദൻ ചെയ്ത് വെച്ച റേഞ്ച് ഉണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണത്. ആ ഒരു ഓറ, ആ ഒരു സംഭവം ഒന്നും കിട്ടത്തില്ല. അതിനിപ്പോൾ റോക്കി ബായ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് വന്നാലും നടക്കില്ല. ഇപ്പോൾ അവർ പേജ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എന്തോ പ്രശ്നമൊക്കെ ആയിട്ട് ഉണ്ണിമുകുന്ദൻ ഫോളോ ചെയ്തു, യാഷിനി ഇവരെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചിട്ട് വരണമെന്നൊന്നും ഇല്ല. എന്നാലും ഉണ്ണിമുകുന്ദൻ വരികയാണെങ്കിലാണ് അതിൻ്റെ ആ ഒരു നമുക്കൊരു തൃപ്തി ആവത്തുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ എത്ര പടത്തിൻ്റെ വരികയാണെങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ അതിൽ വരണം. എന്നാലാണ് ആ ഒരു സിനിമയുടെ ആ ഒരു റേഞ്ച് മാറൂ. ഇനിയിപ്പോൾ യാഷ് എന്നൊരു സിനിമ അഭിനയിച്ചിട്ട് ഇതിപ്പോൾ 500 കോടി കയറുന്നു തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല. അതൊക്കെ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു റേഞ്ച് എല്ലാവരും പറയാൻ പോകുന്നതാണ്. ഉണ്ണിമുകുന്ദൻ തന്നെ മതിയായിരുന്നു. ഉറപ്പായിട്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പറയാൻ ഉണ്ണിമുകുന്ദൻ വന്ന് കത്തിച്ചിട്ട് പോയതാണ്. അപ്പം ഇനിയിപ്പോൾ യാഷിനിൽ ആരും ഒന്നും ചെയ്താലും നടക്കാൻ പോകില്ല. പിന്നെ പൃഥ്വിരാജൊക്കെ പറഞ്ഞങ്ങനെ പൃഥ്വിരാജൊക്കെ അത് എന്താവും, അതൊക്കെ അലമ്പാവും. അങ്ങനെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മാർക്കായിരുന്നു. ഞാനൊരു വയലൻ പടം വെച്ചിട്ട് 100 കോടിക്ക് നമ്മൾ ഗ്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. എനിക്ക് പറയാനുള്ള ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ണിമുകുന്ദനെ തന്നെ കൊണ്ട് നായകനാക്കണം. യാഷ് വന്ന പടം ഹിറ്റായാലും ഉണ്ണിമുകുന്ദൻ്റെ റേഞ്ച് അത് റേഞ്ച് തന്നെയാണ്. പിന്നെ പടം വരുന്നതിന് അനീഫ് അത് തന്നെയാണ് സിനിമയുടെ സംവിധാനം. എന്താവും നമുക്ക് കണ്ടറിയാം. അടുത്ത വീഡിയോ കാണാം. ബൈ.